ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ ആണ് കേട്ടോ. എന്താണെന്ന് അറിയണ്ടേ, ഞങ്ങൾ കുറേ ദിവസമായി ഗ്രൂപ്പിൽ ഡിസ്കഷൻ തുടങ്ങിയിട്ട്. അപ്പോൾ കുറേ നാളത്തെ ഡിസ്കഷൻ്റെ അവസാനത്തിൽ ഞങ്ങൾ ഒരു മീറ്റപ്പിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നെസ്റ്റോൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ഓരോരുത്തരിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. 9th 10th പഠിച്ച അന്നത്തെ കാലഘട്ടത്തിലുള്ള ഫ്രണ്ട്സാണ് കേട്ടോ. അവരിപ്പോഴും എന്നോട് കൂടെ ഇതുപോലെ മീറ്റപ്പിനൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ട്, കാണാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ കുറേ കാലമായിട്ട് പിന്നെ കൂടുകയാണ്. അങ്ങനെ അതാ ഞങ്ങൾ നെസ്റ്റോയിലെത്തി. നെസ്റ്റോന്ന് ഞങ്ങൾ പുത്തൂർ ബൈപ്പാസിലുള്ള കിംസുക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഫേ കണ്ടു പോയത്. ഇതൊരു പഴയ തറവാട് മോഡലുള്ള കഫേയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ കൂടിയിട്ടുള്ള രസകരമായ നിമിഷങ്ങളും തമാശ പറച്ചിലുകളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുട്ടിക്ക് മനസ്സിലായി ഇതിന്റെ ഫോട്ടോ എടുത്താൽ നമ്മള് യോന്റെ ആൾക്കാരെ യോ ആക്കി. അപ്പോൾ പൂക്കീസും ക്യൂട്ട്നെസ്സും ഒന്നും വാരി വിതറാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ യോയോ ആണ് എടുത്തത്. അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കലും വീഡിയോസ് എടുക്കലൊക്കെ ആയിട്ട് അങ്ങനെ കുറേ നേരം സംസാരിച്ചൊക്കെ ഞങ്ങൾ അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടാണ്. അങ്ങനെ ഞാൻ +1 +2 ഡിഗ്രി ഒന്നും ഇവരുടെ കൂടെ പഠിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. കാരണം 9th കഴിഞ്ഞ് ഇവർക്ക് എല്ലാവർക്കും രാജാസിൽ സീറ്റ് കിട്ടി. പക്ഷേ എനിക്ക് പല കാരണങ്ങൾ കൊണ്ടും എനിക്കവിടെ +2 കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ പുറത്ത് കോളേജിൽ ചേരുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് 8-9 വർഷമായിട്ടോ. എന്നിട്ടും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് അത്രയും അനുഗ്രഹമാണ് എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞത്. ആകെ 2 വർഷക്കാലം ഞാൻ ഇവരുടെ കൂടെ ഉണ്ടായിട്ടുള്ളെങ്കിലും കൂടിയിട്ട് ഇവർ എന്നായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നും അവർ മീറ്റപ്പുകളിലൊക്കെ വെക്കുമ്പോൾ ഞങ്ങൾ കൂടും, സംസാരിക്കും, കോണ്ടാക്റ്റൊക്കെ എന്നും ഉണ്ടായിരുന്നു. കൂടെ പഠിക്കുന്നില്ല എന്നുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഇന്നും ഞങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. മാഷാ അല്ലാഹ്. എനിക്ക് ഇവരുടെ കൂടെ +2 അന്ന് പഠിക്കാൻ പറ്റാത്തതായിരുന്നു കേട്ടോ എൻ്റെ അന്നത്തെ ഏറ്റവും വലിയ വിഷമം. അതാലോചിക്കുമ്പോൾ ഞാനിപ്പോൾ ഇമോഷണലാവും. പക്ഷേ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാനിതുവരെ അവോയ്ഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴത്ത് ഇറങ്ങിയപ്പോഴേക്കും ഇവിടെ നല്ലൊരു വെഡ്ഡിങ് ഫോട്ടോഷൂട്ടൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.